നമസ്കാരം. അക്സ് പ്രോഗ്രാമിംഗ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അക്ഷർ. നമുക്കിന്ന് പഠിക്കാനുള്ളത് വെബ് ഡെവലപ്മെൻറ്റ് ഒരു സെക്ഷനാണ്. വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സിൻ്റെ ഒരു സെക്ഷനാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ സെഷൻസിനെ കുറിച്ചും അതേപോലെ തന്നെ കുറച്ച് ജേക്വറിനെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ ലോഗിനും രജിസ്റ്ററും ചെയ്യുന്ന സമയത്താണ് സെഷൻസ് ഉപയോഗിക്കുന്നത്. സെഷൻസും കുക്കീസും കാര്യങ്ങൾ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് സെഷൻസും കുക്കീസും എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ടെമ്പററി ആയിട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതെന്തിനാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഇതിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിങ്ങിൽ നമുക്കൊരു PHP സെഷൻസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ വീഡിയോസിലെല്ലാം ഞാൻ ലോഗിനും രജിസ്റ്ററും പറയുന്ന സമയത്ത് നമുക്ക് സെഷൻസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ സെഷൻസിനെ കുറിച്ച് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ് സെഷൻസിൻ്റെ. അപ്പോൾ അതെന്തിനാണ് ഉപയോഗിക്കുന്നതും പിന്നെ അതേപോലെ തന്നെ ജേക്വറി അറിയാൻ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫ്രെയിം വർക്കാണ്. അപ്പോൾ അതിനെക്കുറിച്ചും ഇന്നത്തെ ക്ലാസ് ഞാൻ പറയും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുമ്പത്തെ വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സിൻ്റെ പ്രോഗ്രാമിംഗ് ഉണ്ട്, ഇവിടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഇവിടെ പ്ലീസ് എന്നത് യൂസർ നെയിമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ AST എന്ന് ടൈപ്പ് ചെയ്തു, എന്നിട്ട് ഗോ അടിച്ചു. അപ്പോൾ ഗോ അടിച്ച ശേഷം ഈ ഒരു പേജിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു യൂസർക്ക് അവിടെ ഇൻസേർഷൻ നടന്നോ ഇല്ലയോ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടപ്പോൾ നമ്മൾ മനസ്സിലായി ഇൻസേർഷൻ നടന്നിട്ടുണ്ട്. നമ്മൾ അല്ലാത്ത കേസ് ഒരു മെസ്സേജ് നമുക്കിവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ മെസ്സേജ് കാണിക്കാം. അപ്പോൾ അത് രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞൊരു കേസ് ഞാൻ പറയാം. ആദ്യം നമുക്ക് ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ മെസ്സേജ് കാണിക്കുന്ന ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മുടെ കോഡ് ഇതാണ്. അപ്പോൾ എവിടെയാണ് മെസ്സേജ് കാണിക്കേണ്ടത്? ഇവിടെയാണ് മെസ്സേജ് കാണിക്കേണ്ടത്. അപ്പോൾ test.php. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയോ, ഞാനൊരു test.phpൻ്റെ അകത്ത് മെസ്സേജ് കാണിക്കാനുള്ളൊരു രൂപം ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ h1/h1 ഞാൻ ഇൻസേർട്ട് യൂസറിൻ്റെ താഴെ കാണിക്കാം, ടേബിളിൻ്റെ തൊട്ട് മുകളിൽ കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത് മെസ്സേജ്. ഇവിടെ മെസ്സേജ് എന്നിട്ട് അതിന് ഞാനൊരു സ്റ്റൈൽസ് പറയാം. നമുക്ക് ഡയറക്റ്റ് ഇവിടെ സ്റ്റൈല് പറയാം, അല്ലെങ്കിൽ ഹെഡിൻ്റെ അകത്ത് സ്റ്റൈല് പറയാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൈല് പറയുന്നുണ്ട്. കളർ ഗ്രീന്, ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക്, ബാക്ക്ഗ്രൗണ്ട് ഗ്രീനും. എന്ത് വരുന്നു നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു വിൻഡോ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മെസ്സേജ് അത്ര കാണുന്നില്ല. നമുക്ക് ലൈറ്റ് ഗ്രീന് കൊടുക്കാൻ പറ്റും നോക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിവിടെ കളർ കൊടുക്കണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഇൻസ്പെക്റ്റ് ചെയ്യുക. ഞാൻ്റെ ഒരു ഇത് മുകളിലോട്ട് വെച്ചു. എന്നിട്ട് ഇവിടെ ഇൻസ്പെക്റ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ സ്റ്റൈൽസിന് അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ കളർ ഇങ്ങനെ ഞാൻ ചേർന്നത് ഈ ലൈറ്റാക്കി, ഗ്രീനിനെ കുറച്ച് ലൈറ്റാക്കി. എന്നിട്ട് ഈ ഹാഷ് കോഡ് ഹെക്സാഡെസിമലുള്ള കോഡ് ഞാൻ എടുത്തു, എന്നിട്ട് അത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാക്കി കൊടുത്തു. സിമ്പിളാണ്. അപ്പോൾ ഇനി റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കളറായിരിക്കും വരാം. അപ്പോൾ നമുക്കെന്തെങ്കിലും ചേഞ്ച് ചെയ്യാണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാനത് ഡിസൈൻ കൊടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസൈൻ കൊടുത്തു, മെസ്സേജും കാണിച്ചു. അപ്പോൾ ഇതായിരിക്കണം വരുന്നത്. എപ്പം ഇൻസേർട്ട് ചെയ്ത ശേഷം ഗോ അടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് ലിസ്റ്റിലോട്ട് വരും. അപ്പോൾ അവിടെയാണ് മെസ്സേജാണ് ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി എന്ന്. ഓക്കെ, ഒരു മെസ്സേജ് കാണിക്കും. അപ്പോൾ ഞാൻ അതിനെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു മെസ്സേജ് എന്തെങ്കിലും കാണിക്കണം. അപ്പോൾ അതിന് ഞാൻ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് വെച്ചു മെസ്സേജ്. അപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിൽ ഈ വേരിയബിളിൽ മെസ്സേജ് ഇല്ല. പെട്ടെന്ന് ഒരാളെ എക്കോ ചെയ്യിച്ച് കഴിഞ്ഞാൽ ആ അൺഡിഫൈൻഡ് വേരിയബിൾ നമുക്ക് എറർ അടിക്കും. ഇവിടെ കണ്ട അൺഡിഫൈൻഡ് വേരിയബിൾ എടുക്കും. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് അയാളെ പറഞ്ഞു നോക്കാം ആരാണെന്ന്. അപ്പോൾ അതിവിടെ തൊട്ട് മുകളിൽ PHP $message ഡബിൾ കോഴ്സ് ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു വെച്ചു. ഇത് സിംഗിൾ കോഴ്സ് ഡബിൾ കോഴ്സ് എന്തുവേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡബിൾ കോഴ്സ് ഇപ്പോൾ പ്രശ്നമില്ല.
ഇപ്പോൾ വന്നിട്ടില്ല സാധനം. ഇവിടെ വാല്യൂ വന്നു കഴിഞ്ഞാൽ അവിടെ പച്ച ബാക്ക്ഗ്രൗണ്ടും വരും, ബ്ലാക്ക് കളർ ടെക്സ്റ്റും വരും. അതെന്താണ് മെസ്സേജ്. അപ്പോൾ ഞാൻ ഇവിടെ എന്താണ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കയറി വരും. അപ്പോൾ എനിക്കിവിടെ കൊടുക്കേണ്ടത് മെസ്സേജ് വെച്ചാൽ ഇത് ഫസ്റ്റ് മെത്തേഡ്. 2 മെത്തേഡിൽ നമുക്ക് ഒരു 2 മെത്തേഡല്ല, കുറേ മെത്തേഡ്സ് ഉണ്ട് ഇത് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ 2 മെത്തേഡാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ പറയുന്നത്. ഒന്ന് ഗെറ്റ് മെത്തേഡാണ്. അപ്പോൾ ഗെറ്റ് വഴി മെസ്സേജ് ട്രാൻസ്ഫർ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗെറ്റ് മെത്തേഡ് എന്താണ് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കുക. ഗെറ്റ് മെത്തേഡ് എൻ്റെ മുമ്പത്തെ വെബ് ട്യൂട്ടോറിയൽ കാര്യങ്ങൾക്ക് നോക്കുക. അതിനുശേഷം ഈ ഒരു വീഡിയോ ഇട്ട് വരാം. അപ്പോൾ എന്തായാലും നല്ലപോലെ ഇത് വർക്ക് ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും എന്താണ് ഗെറ്റ് മെത്തേഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗെറ്റ് മെത്തേഡിൽ സാധനം ഉണ്ട്. അപ്പോൾ ഈസ് സെറ്റ് ഗെറ്റ് ഏതാണ് മെസ്സേജിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ വാല്യൂ ഉണ്ട്. ആ വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ വാല്യൂ ഉണ്ട്. നോട്ട് ഈക്വൽ ടു വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മെസ്സേജ് സെറ്റ് ആക്കണം. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇതിൻ്റെ മുകളിൽ നല്ലോണം സെറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ മെസ്സേജ് ആക്കി സെറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇവിടെ മെസ്സേജ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു ഗെറ്റ് മെത്തേഡ് വരികയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് മെസ്സേജ് ഈക്വൽ ടു ഇൻസേർട്ട് സക്സസ്ഫുള്ളി. ഇതായിരിക്കും മെസ്സേജ്. കണ്ടോ, ഇൻസേർട്ട് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗെറ്റ് മെത്തേഡ് വഴി വരുന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് ഇവിടെ കാണിക്കണം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് ഒരു വേറൊരു ഫോം വഴി ആക്ഷൻ നടന്നിട്ട് വേറൊരു പേജ് കിട്ടും. അതെവിടെയാണ്? ഇൻസേർട്ട് പേജ് ഇട്ട് വരും. എന്നിട്ട് അതിന് ശേഷം ഹെഡർ വഴി ഇതിനെ പാസ് ചെയ്യുന്നതാണ് test.php. അപ്പോൾ ഹെഡറിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാം. എന്താണ് കൊടുക്കേണ്ടത്? മെസ്സേജ് ഈക്വൽ ടു ഇൻസേർട്ട് സക്സസ്ഫുള്ളി. സിമ്പിൾ എക്സാമ്പിളാണ്. ഒരു ക്വസ്റ്റ്യൻ എക്സ്ക്ലമേറ്ററി മാർക്ക് ഞാൻ ഇട്ടു. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് അപ്പോൾ ഗോ അടിച്ചപ്പോൾ കാണാം ഇൻസേർട്ട് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട്. ഓക്കെ, ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. ഗെറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് കാണിക്കാം സിമ്പിളായിട്ട്. ഓക്കെ, പോസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ആക്ഷനും കാര്യങ്ങളൊക്കെ നടത്തണം. ഒരു ഫോമിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പോൾ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഞങ്ങൾക്ക് ജസ്റ്റ് ഗെറ്റ് മെത്തേഡ് ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കൺസെപ്റ്റ് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരാം. ഇത് നമുക്ക് വേറൊരു രീതിയിൽ സെഷൻ വെച്ച് ചെയ്യാം. സെഷൻ വേരിയബിൾസ് വെച്ച് ചെയ്യാം. ഇതൊരു കാര്യം ചെയ്യാം. ഇതിപ്പോൾ റിഫ്രഷ് അടിച്ച് കഴിഞ്ഞാലും ഇത് മാറുന്നില്ല. ഇൻ കേസ് ഇവിടെ വന്നിട്ട് പുറത്തോട്ട് വന്നാൽ ഇവിടെ വന്നിട്ട് ബാക്കൗട്ട് ഓപ്ഷൻ നമുക്ക് കൊടുത്തിട്ടില്ല. എഡിറ്റ് ചെയ്തിട്ട് ഗോ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ബാക്കൗട്ട് വന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ മെസ്സേജ് ഒന്നുമില്ല. അപ്പോൾ റിഫ്രഷ് ചെയ്യുമ്പോൾ അതൊരു ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. അങ്ങനെ ഒരു കേസില്ല. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സെഷൻസ് ഉപയോഗിക്കാം. രണ്ടാമത്തെ ഒരു മെത്തേഡ്. ഇത് പ്രശ്നമൊന്നുമില്ല, ഇതും ഉപയോഗിക്കാം. പക്ഷേ ഇതിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. സെഷൻസ് ഉപയോഗിക്കാം. അപ്പോൾ സെഷൻ ഉപയോഗിക്കുമ്പോൾ സെഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി വേരിയബിളാണ്. അപ്പോൾ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് നമുക്ക് വാല്യൂസ് കൊടുക്കണമെങ്കിൽ പോസ്റ്റ് ഗെറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഫോം ആക്ഷൻ നടന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ഒരു പേജ് മറ്റൊരു പേജ് കൊടുക്കുന്നുള്ളത്. അതാണ് എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സെഷൻ എന്ന് പറഞ്ഞാൽ ഇതേ കൺസെപ്റ്റാണ് സെഷനും. പോസ്റ്റ് ഗെറ്റൊന്നും ഇത്രയൊന്നുമല്ല. ഒരു പേജിൽ സെഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ നമുക്ക് ആ ഒരു URL അടക്കം ആ ഒരു ഡൊമൈനിലടക്കം നമുക്ക് ആ സെഷൻ ഉപയോഗിക്കാൻ പറ്റും. സെഷൻ വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഒരു വേരിയബിൾ പറഞ്ഞു. ആ വേരിയബിൾ എനിക്ക് ഈ പേജിൽ ഉപയോഗിക്കാം. ഏത് പേജിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇൻസേർഷൻ പേജിൽ ഒരു സെഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് ആ വേരിയബിളിന് ഒരു വാല്യൂ കൊടുക്കുക. എന്നിട്ട് ടെസ്റ്റിൽ ആ വേരിയബിളിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യിക്കാം. അതാണ് ഉപയോഗിക്കുന്നത് സെഷൻ വേരിയബിൾ. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻസേർഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇൻസേർഷൻ ഈ ഒരു മെത്തേഡ് ഞാൻ ക്ലോസ് ചെയ്യുന്നത് ആൾക്കാർക്ക് ഇത് വേണ്ട നമുക്ക്. ഓക്കെ, ഇൻസേർഷൻ നടന്നിട്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ സെഷൻ സ്റ്റാർട്ട് എന്നൊരു മെത്തേഡ്. എന്ത് സെഷൻസ് വേരിയബിൾ ഉപയോഗിക്കുന്നത് സെഷൻ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നമുക്ക് സെഷൻ ഡിസ്ട്രോയ് ഉണ്ട്, സെഷൻ അൺസെറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം അതൊന്നും ഞാൻ പറയുന്നില്ല. സെഷൻ സ്റ്റാർട്ട് ചെയ്യുക. സെഷൻ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് സെഷൻ്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. സെഷൻ്റെ വേരിയബിൾ $_സെഷൻ. അതിൻ്റെ അകത്തൊരു ഇൻഡെക്സ് പറയാം. ഇപ്പം ഞാനിപ്പോൾ മെസ്സേജാണ് പറയുന്നത്.
മെസ്സേജ് എന്താണ്? ഇൻസേർട്ട് സക്സസ്ഫുള്ളി, അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റ് യൂസർ സക്സസ്ഫുള്ളി. ഓക്കെ, സെമിക്കോട്ട് അതാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു, എന്നിട്ടൊരു വേരിയബിളിലേക്ക് അത് അസൈൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് സേവ് ചെയ്ത് അപ്പോൾ test.php കയറി വരും. ഓക്കെ, അപ്പോൾ test.php കയറി വരികയാണ്, മെസ്സേജാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് പറയുക, സെഷൻ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം. സെഷൻ, കാരണം ഇതൊരു വേറൊരു പേജാണ്. അപ്പോൾ എന്തായാലും സെഷൻ സ്റ്റാർട്ട് ചെയ്യണം. സെഷൻ സ്റ്റാർട്ട് ചെയ്തു, അതിന് ശേഷം സെഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിന് ഞാനൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു ആ വേരിയബിളിന്, എന്നിട്ട് ഇവിടെ അതിങ്ങനെ വയ്ക്കണം. എന്നിട്ട് ഇവിടെ ആ ഡ്രോ_get മെസ്സേജ് ഉണ്ട്, അവിടെ ഡ്രോ സെഷൻ കൊടുത്തു. ഓക്കെ, മെസ്സേജ് വന്നു, നമുക്ക് നോക്കാം. ഇൻസേർട്ട് ചെയ്തു, ഞാൻ 1 2 3 ടൈപ്പ് ചെയ്തു, ഗോഡ് കണ്ട, ക്രിയേറ്റ് യൂസർ സക്സസ്ഫുള്ളി, യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ചെറിയൊരു മിസ്മാച്ച് ഉണ്ട്, അങ്ങനെ കൊടുക്കാം. ക്രിയേറ്റ് യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി കൊടുക്കാം. ഓക്കെ, ഇനി മാറില്ല, കാരണം നെക്സ്റ്റ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം മാത്രം, അല്ല ആദ്യം ഇൻസേർട്ട് ചെയ്ത ശേഷം മാത്രമേ തിരിച്ചു വരുമ്പോൾ ആ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുള്ളൂ. അപ്പോൾ അത് ഓക്കെ, അത് പഠിക്കട്ടെ. ഇതിൽ ഞങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റിഫ്രഷ് ചെയ്തു, ഇത് മാറുന്നേ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, വന്നു കഴിഞ്ഞാൽ, അതായത് സെഷൻ വന്നു, സെഷനിൽ വാല്യൂസ് എടുത്തു, അതിന് ശേഷം ഈ സെഷൻ ഒന്ന് നള്ളായിട്ട് അസൈൻ ചെയ്യാം. ഒന്നുമില്ല, വാല്യൂസ് ഒന്നുമില്ല എന്ന് അസൈൻ ചെയ്യാം. അല്ലെങ്കിൽ സെഷൻ അൺസെറ്റ് ഉണ്ട്, സെഷൻ അൺസെറ്റ് വെച്ചും ചെയ്യാം. ഞാൻ തൽക്കാലത്തേക്ക് ഇത് വെച്ച് ചെയ്യുന്നുണ്ട്. ഇതൊരു എക്സാം, നമുക്ക് നെക്സ്റ്റ് ലോഗിൻ രജിസ്റ്റർ ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കൂടുതലായിട്ട് സെഷനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇത് റിഫ്രഷ് ചെയ്തു, ഒരിക്കൽ റിഫ്രഷ് ചെയ്തപ്പോൾ അത് സെഷൻ്റെ വാല്യൂ പോയി. അതിന് റിഫ്രഷ് ചെയ്യുമ്പോൾ ഇഫിൻ്റെ അടുത്ത് വരില്ല. നമുക്കൊന്നുകൂടി ചെയ്ത് നോക്കാം. ഇവിടെ ഇതിന് കൊടുക്കാം, എന്തെങ്കിലും വാല്യൂസ് കൊടുക്കാം, ഗോ അടിച്ചു. അപ്പോൾ ഇപ്പോൾ യൂസർ ക്രിയേറ്റ് സക്സസ്ഫുള്ളി തന്നു. ഇനി ഞാൻ ജസ്റ്റ് റിഫ്രഷ് ചെയ്യുമ്പോൾ കണ്ട അതില്ല, പേജിൽ നിന്ന് റിഫ്രഷ് ചെയ്യുമ്പോൾ ആ സാധനമില്ല. അപ്പോൾ ആ സെഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു മെസ്സേജ് ഷോ ചെയ്യുന്നത് മനസ്സിലായി. സിമ്പിൾ പരിപാടിയാണ്, വേറൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു മെസ്സേജ്, അപ്പോൾ നമുക്കൊരു യൂസറിന് പെട്ടെന്ന് മനസ്സിലായി യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഓക്കെ, അപ്പോൾ ഈ ഒരു വാണിംഗ് അല്ല, ഇത് പറയുന്ന ഒരു ഇൻഫർമേഷൻ, ഇൻസേർഷൻ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് കാണിക്കാൻ നമുക്ക് പറ്റും. ഇനി നെക്സ്റ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത്, ഇപ്പോൾ ഞാനിവിടെ ഇൻസേർട്ട് ചെയ്തു. ഞാനിപ്പോൾ ഇനി അടുത്തത് ജേക്വറിയുടെ കേസാണ് ഞാൻ പറയുന്നത്. ജേക്വറി എന്ന ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ്. ജാവാസ്ക്രിപ്റ്റ് നമുക്ക് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിം വർക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫ്രെയിം വർക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പതിയെ ഉപയോഗിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഓക്കെ, ഇതിങ്ങനെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ റിഫ്രഷ് ചെയ്താൽ മാത്രമേ സാധനം പോവുള്ളൂ. പക്ഷേ നമ്മൾ ഓൾറെഡി യൂസർ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് കഴിയുന്ന സമയത്ത് ഇത് പോകണം. ഇത് നമുക്ക് ആവശ്യമില്ല. ഈ മെസ്സേജ് ഇതൊന്ന് സ്ലൈഡ് ഔട്ട് ചെയ്ത്, അതായത് ഹൈഡായി പോകണം. കുറച്ച് സമയം കാണിച്ച് ഇത് ഹൈഡായിട്ട് പോകണം. ആ ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാനിപ്പോൾ ജേക്വറി വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ജേക്വറിയുടെ ഒരു സ്ക്രിപ്റ്റ് വേണം എന്തായാലും. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ചെറിയൊരു WT സ്കൂൾസിൻ്റെ എക്സാമ്പിളാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹൈഡാവുന്നുള്ള. അപ്പോൾ അതിൽ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യണം. എന്താ ജേക്വറിയുടെ min.js ആവശ്യമുണ്ട് നമുക്ക് ജേക്വറി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് ഏത് പേജിലാണ് ചെയ്യേണ്ടത്? test.php ചെയ്യേണ്ടത്. അത് ഹെഡിൻ്റെ അകത്ത് ഞാനത് ജേക്വറിയുടെ സാധനം എടുത്ത് വെച്ചു. ഓക്കെ, അജാക്സ് അജാക്സ് ലൈബ്രറി ജേക്വറി 3.5.1 ജേക്വറി min.js. ഓക്കെ, പിന്നെ ഇതിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്, റെഡി, ഹൈഡ്, ഷോ, അതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം, പതിയെ പഠിക്കാം. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ട് ഇതെങ്ങനെ ഹൈഡാക്കാം. ഇത് ഹൈഡാക്കാൻ നമ്മൾ ഓൾറെഡി PHP ചെയ്തു, പക്ഷെ അത് റിഫ്രഷ് ചെയ്യുമ്പോഴാണ്. പക്ഷേ നമുക്കിത് കുറച്ച് സമയത്തേക്ക് കാണിച്ചിട്ട് അത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് ഹൈഡായി പോകണം. അപ്പോൾ അതിന് ചെയ്യേണ്ട വെച്ചാൽ ഒരു ചെറിയൊരു മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ ജേക്വറിയുടെ തന്നെ സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട് ജേക്വറിയുടെ. അപ്പോൾ ആ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ആ സാധനം ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന്
സിൻടാക്സ് ജസ്റ്റ് ഇതിനൊന്ന് കോപ്പി ചെയ്ത്, അപ്പോൾ ഇതിൻ്റെ കോപ്പി ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഓൾറെഡി ലൈബ്രറി സ്ക്രിപ്റ്റ് നമ്മൾ ജേക്വറിയുടെ ഇൻട്രോഡ് ചെയ്തതാണ്. അപ്പോൾ ജേക്വറിയാണ് ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിം വർക്കാണ്. അപ്പോൾ ഫ്രെയിം വർക്ക് ഉപയോഗിക്കുമ്പോൾ എന്തായാലും അതിൻ്റെ പാക്കേജ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഒരു ഇമ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പേജിലോട്ട് ആഡ് ചെയ്ത കൺസെപ്റ്റ് ചെയ്ത് അതിനുശേഷം അതിൻ്റെ കോഡ് നമുക്ക് പറയാം. അപ്പോൾ സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞ സംഭവം ജേക്വറിൽ നിന്ന് വിളിച്ചു, അതിൻ്റെ അകത്ത് ഫംഗ്ഷൻ എഴുതി. ഫംഗ്ഷൻ എന്താണ്, ഇതിപ്പോൾ ഹലോ എന്നാണ് ഫംഗ്ഷൻ. അത് 3000 മൈക്രോ സെക്കൻഡ്സിനകത്ത് വർക്ക് ചെയ്യും. ഇപ്പോൾ ഇതിലിപ്പോൾ മൈക്രോ അല്ല, മില്ലി സെക്കൻഡ്സ്, 3000 മില്ലി സെക്കൻഡ്സിൻ്റെ ഇടവേള, അത് 3 സെക്കൻഡ്സിൻ്റെ ഇടവേളയിൽ അത് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഒരു 3 സെക്കൻഡ് കഴിയുമ്പോൾ ഇതങ്ങ് ഹൈഡായി പോകണം. അതാണ് നമ്മളിപ്പോൾ എഴുതുന്നത്. അപ്പോൾ ഹൈഡാണെങ്കിൽ അതിനൊരു ഐ ഡി കൊടുക്കണം നമ്മൾ എന്തായാലും. അപ്പോൾ ഇതിലൊരു ഐ ഡി എവിടെ പോയി, H1 ഞാനൊരു ഐ ഡി കൊടുക്കുന്നുണ്ട്. ഐ ഡി ഞാൻ മെസ്സേജ് എന്നാണ് കൊടുക്കുന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐ ഡി നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ആക്സസ് ചെയ്യണമെങ്കിൽ document.getElementById നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ CSSൽ ഹാഷ് വെച്ച് ആക്സസ് ചെയ്യാം, ക്ലാസ് ആണെങ്കിൽ ഡോട്ട് വെച്ച് ആക്സസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഹാഷ് മെസ്സേജ് വെച്ചാണ് ആക്സസ് ചെയ്യുന്നത്, മെസ്സേജ് ഡോട്ട് ഹൈഡ്. സിമ്പിളാണ് പരിപാടി. ഈ ഹാഷ് മെസ്സേജ് ഈ ഒരു മെത്തേഡ് ഇതിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിനെ ഹൈഡ് ആക്കുന്നു. ഹൈഡ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഫംഗ്ഷൻ, ജേക്വറിയുടെ ഫംഗ്ഷനാണ്. ആ 3 സെക്കൻഡ്സിൽ അത് ഹൈഡ് ആവും. ഇത് 3 സെക്കൻഡ്സ് കണ്ടിന്യൂ ചെയ്തിട്ട് ഹൈഡ് ആവും. തൽക്കാലത്തേക്ക് ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ, നമുക്കിതൊരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇൻസേർട്ട് QW ഗോ അടിച്ചു. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമുക്കിത് കുറച്ചും കൂടി വേറെ ഇത് ചെയ്യാം. കണ്ടോ, 3 സെക്കൻഡ്സ് ആകുമ്പോൾ അത് ഹൈഡായിപ്പോയി. ഇപ്പോഴും ആ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ, സെറ്റ് ടൈം ഔട്ട്. ഓക്കെ, കാരണം ഓൾറെഡി ഹൈഡ് ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നതേ ഉള്ളൂ. പിന്നെ സെറ്റ് ടൈം ഔട്ടും ഉണ്ട്, സെറ്റ് ഇൻ്റർവെല്ലും ഉണ്ട്. ജേക്വറിയുടെ സെറ്റ് ഇൻ്റർവെൽ methods call function evaluate the expression specific intervals. ഓക്കെ, ഇപ്പോൾ ഇത് അലേർട്ട് ഹലോ എവറി 3 സെക്കൻഡ്സും സെറ്റ് ടൈം ഔട്ട് ഞാനധികം WC സ്കൂൾസിൻ്റെ എക്സാമ്പിൾസിലോട്ട് നമുക്ക് പോകാം. കാരണം മറ്റേത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഡിസ്പ്ലേ ആഡ് ബോക്സ് ആഫ്റ്റർ 3 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ സെറ്റ് ടൈം ഔട്ടും ഉണ്ട്, സെറ്റ് ഇൻ്റർവെല്ലും ഉണ്ട്. അപ്പോൾ സെറ്റ് ടൈം ഔട്ട് എന്ന് പറയുന്നത് 3 സെക്കൻഡ്സിന് ശേഷം അലേർട്ട് ബോക്സ് വരാം. ഡിസ്പ്ലേ ആൻഡ് അലേർട്ട് ബോക്സ് ആഫ്റ്റർ 3 സെക്കൻഡ്. സെറ്റ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ഇൻ്റർവെൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ. അപ്പോൾ സെറ്റ് ടൈം ഔട്ടാണ് നമ്മൾ ഉപയോഗിച്ചില്ല. അപ്പോൾ സെറ്റ് ടൈം ഔട്ട് 3 സെക്കൻഡ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കണം, അപ്പോൾ അത് ഹൈഡായി മാറി. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കറക്റ്റാണ്. സെറ്റ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ സെറ്റ് ഇൻ്റർവെലിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി, സെറ്റ് ടൈം ഔട്ടിനെ കുറിച്ച് മനസ്സിലായി. അപ്പോൾ നമ്മളൊരു സെറ്റ് ടൈം ഔട്ട് ഉപയോഗിച്ചു, കാരണം 3 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് ഹൈഡ് ആവണം. സെറ്റ് ഇൻ്റർവെൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 3 സെക്കൻഡ് കഴിയുമ്പോൾ ഇതേ ഫംഗ്ഷൻ തുടർന്നുകൊണ്ട്, അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ സെറ്റ് ടൈം ഔട്ട് കറക്റ്റാണ്, ഞാൻ ചെക്ക് ചെയ്ത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ സെറ്റ് ടൈം ഔട്ടിനെ കുറിച്ച് പഠിച്ചു, സെറ്റ് ഇൻ്റർവെലിനെ കുറിച്ചും പഠിച്ചു. അപ്പം ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ജേക്വറിയുടെ ഇൻട്രൊഡക്ഷൻ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് സെറ്റ് ഇൻ്റർവെലും സെറ്റ് ടൈം ഔട്ടും, അതിന് 2 വ്യത്യാസം നമുക്ക് നോക്കി. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കിങ് അടിക്കുക. കമൻറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഒരു ലൈക്കെങ്കിലും മാക്സിമം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോ വാച്ച് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. ബൈ.